ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. ഇന്ന് പുലർച്ചെ ജില്ലയുടെ പല പ്രദേശങ്ങളിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. വരും മണിക്കൂറുകളിൽ ജില്ലയിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ജില്ലയിൽ ജലവിനോദങ്ങൾ, ട്രക്കിംഗ്, സാഹസിക വിനോദങ്ങൾ എന്നിവ നിരോധിച്ചു. ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ മലയോര മേഖലയിൽ യാത്രാ നിരോധനവും ഏർപ്പെടുത്തി. സുബിൻ നിൽക്കുന്ന ഫ്രെയിം കാണുമ്പോൾ അവിടെ സൂര്യൻ പോലും ഉദിച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ മഴയുണ്ട്, കോടയുണ്ട്. ഏതോ മലമുകളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുബിനെ, എന്താണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം അറിയേണ്ടത് ഡാമുകളുടെയൊക്കെ ഒരു സംഭരണ ശേഷി കൂടിയാണ്. ഡാമുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? എന്താണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ, സുബിനെ? ഇടുക്കിയിൽ ആശങ്ക ഉയർത്തി വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ മുതൽ അതിശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളിലും പെയ്യുന്നത്. രാവിലെ ഏകദേശം അല്പസമയം മഴ മാറി നിന്നുവെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്ക് സമീപമുള്ള കല്യാണത്തണ്ട് എന്ന് പറയുന്നൊരു മലമുകളിലാണ്. അവിടെ നിലവിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. വലിയ രീതിയിലുള്ള കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. ഇതിന്റെ മറുവശത്താണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും പല മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ 2 ദിവസങ്ങളിലായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇന്ന് രാവിലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങൾ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള വനപ്രദേശത്ത് അതീവ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷം ഈ വനപ്രദേശം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത കടന്നു പോകുന്ന ഭാഗത്ത് മരം വീഴാനും മണ്ണിടിയാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ആ വഴിയിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ സാഹസിക വിനോദങ്ങൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം രാത്രികാല യാത്രയ്ക്കുള്ള നിരോധനവും തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായ മഴയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖനന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ പണിക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിട്ടുള്ളത്. മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 15ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 200ഓളം ആളുകളാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും അതീവ ജാഗ്രതയിലൂടെ ആണ് ജില്ല കടന്നു പോകുന്നത്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും വകുപ്പുകളോടും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. തീർച്ചയായും സുബിൻ, എന്തായാലും ഇടുക്കിയിൽ സ്ഥിതി അത്ര നമുക്ക് ആശ്വാസകരമല്ല. കാരണം അവിടെ മഴ മാറിയൊരു സാഹചര്യം പോലും അല്ല, തെളിഞ്ഞിട്ടില്ല. അന്തരീക്ഷം മേഘാവൃതമാണ്, മഴ പെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രശാന്ത് നൽകുന്നുണ്ടല്ലേ? നൗകാസ്റ്റ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് റെഡ് അലേർട്ട് ആണ് എന്നുള്ളതാണ്. ഇത് 3 മണിക്കൂർ നേരത്തേക്കുള്ള അലേർട്ട് മാത്രമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഒപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. രാഗി, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഈ 4 ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിലേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് ഇതുവരെയും ഒരു മഴ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് 3 മണിക്കൂറിലേക്ക്. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, ജാഗരൂകരായിരിക്കുക. ഓറഞ്ച് അലർട്ട് ഉള്ള സമയത്തൊക്കെ അധികം ഓറഞ്ച് അല്ലേ അല്ലെങ്കിൽ യെല്ലോ അല്ലേ എന്നുള്ള ഒരു അങ്ങനെ ഒരു അതെ, നമ്മൾ അതിലൊരു ഇത് കാണിക്കണം, ഈസ്നസ് കാണിക്കരുത്. എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.